ഇടുക്കിയുടെ ആനന്ദിക ചരിത്രത്തിൽ വിദേശികളുടെ സാന്നിധ്യം സുപ്രധാനമാണ്. കർഷക കുടിയേറ്റം വ്യാപനമാകുന്നതിന് ഒരു നൂറ്റാണ്ടോളം മുൻപ് ഹൈറേഞ്ചിലേക്കെത്തിയ അവർ ഇന്നത്തെ ഇടുക്കിയുടെ അടിസ്ഥാന വികസനത്തിന് തുടക്കം കുറിക്കുകയും വലിയൊരു അളവോളം സാധ്യമാക്കുകയും ചെയ്തു. പാശ്ചാത്യ മിഷണറിയായിരുന്ന ഹെൻറി ബേക്കർ ജൂനിയറിൽ നിന്നുമാണ് ഇടുക്കിയിലെ യൂറോപ്യൻ അധിനിവേശത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. 1843 മുതൽ അദ്ദേഹം കോട്ടയം കേന്ദ്രീകരിച്ച് മിഷണറി പ്രവർത്തനങ്ങൾ നടത്തിവന്നിരുന്നു. ഈ കാലത്ത് മുണ്ടക്കയവും പെരുവന്താനവും പീരുമേടുമെല്ലാം ഉൾപ്പെടുന്ന വനപ്രദേശങ്ങളിൽ കഴിഞ്ഞിരുന്ന ഗോത്രവിഭാഗക്കാരായ മലയരയന്മാർ ഹെൻറി ബേക്കറെ തങ്ങളുടെ കുടിയിരിപ്പിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ ഹെൻറി ബേക്കറും സഹോദരൻ ജോർജ് ബേക്കറും 1850 മുണ്ടക്കയത്തെത്തി. ആനത്താരകളും ഏലത്തിന്റെ സംഭരണത്തിനെത്തുന്നവർ നടന്നുണ്ടായ വഴിത്താരകളും മാത്രമാണ് അന്ന് ഹൈറേഞ്ചിലേക്കുണ്ടായിരുന്നത്. മുണ്ടകയത്തു നിന്നും ദുർഘടമായ മലങ്കെട്ടുകളിലൂടെയും കാട്ടിലൂടെയും കുട്ടിക്കാനം, പീരുമേട്, വണ്ടിപ്പെരിയാർ, ഏലപ്പാറ എന്നിവിടങ്ങളിലേക്ക് എത്തിയ ഹെൻറി കണ്ട പീരുമേട് തടം സമൃദ്ധിയുടെ താഴ്വരയായിരുന്നു. കാടും കാട്ടുമൃഗങ്ങളും കൊടും ശൈത്യവുമെല്ലാം വെല്ലുവിളി ഉയർത്തുമ്പോഴും ഇവിടുത്തെ വളക്കൂറുള്ള മണ്ണിനെക്കുറിച്ച്, കാർഷിക സാധ്യതകളെക്കുറിച്ചുമാണ് ഹെൻറി ബേക്കർ ചിന്തിച്ചത്. തുടർന്ന് അദ്ദേഹം തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ രണ്ടാമനെ സമീപിക്കുകയും തന്റെ മകനായ ഹാരി ബേക്കർക്ക് കൃഷി ചെയ്യാൻ ഈ പ്രദേശം സൗജന്യമായി നേടുകയും ചെയ്തു. അങ്ങനെ പീരുമേട് താഴ്വരയെ സംബന്ധിക്കുന്ന പിൻകാല ചരിത്രത്തിന്റെ ആദ്യാക്ഷരം കുറിക്കപ്പെട്ടു. പൂഞ്ഞാർ രാജാക്കന്മാരിൽ നിന്നും തിരുവിതാംകൂർ ഏറ്റെടുത്ത പ്രദേശമാണ് ഇവിടം. തിരുവിതാംകൂർ മഹാരാജാവ് വിട്ടുകൊടുത്ത ഭൂമിയിൽ തോട്ടം വ്യവസായം ആരംഭിക്കാനായിരുന്നു ഹെൻറി ബേക്കറുടെയും ഹാരി ബേക്കറുടെയും തുടർന്നുള്ള ശ്രമം. ഇതിന്റെ ഭാഗമായി FG റിച്ചാർഡ്സൺ എന്നയാളുടെ മാനേജ്മെന്റിൽ കാട് വെട്ടിത്തെളിക്കാൻ ആരംഭിച്ചു. ഗൂഡല്ലൂർ, കമ്പം പ്രദേശത്തു നിന്നുമുള്ള തമിഴരായിരുന്നു ജോലിക്കാർ. എന്നാൽ വൻമരങ്ങളും അടിക്കാടുകളും ഇഞ്ചപ്പടർപ്പുമെല്ലാം നിറഞ്ഞ ഭൂപ്രദേശം കൃഷിക്ക് യോഗ്യമാക്കുക അത്ര എളുപ്പമായിരുന്നില്ല. ക്ലേശകരമായ ജോലിക്കൊപ്പം പലപ്പോഴും തൊഴിലാളികൾക്ക് നേരെ ആനയുടെയും കരടിയുടെയും പുലിയുടെയും കടുവയുടെയും എല്ലാം ആക്രമണം ഉണ്ടായി. ഇതോടെ ജോലിക്കെത്തിയ തമിഴിൽ പലരും സ്വദേശത്തേക്ക് മടങ്ങി. ഇങ്ങനെയായാൽ തോട്ടം വ്യവസായത്തിനുള്ള ശ്രമം ഉപേക്ഷിക്കേണ്ടി വരുമെന്ന ഘട്ടമായപ്പോൾ റിച്ചാർഡ്സൺ പുതിയ ബുദ്ധി ഉപയോഗിച്ചു. ഓരോ ദിവസവും വെട്ടിത്തെളിക്കേണ്ട മുൾപടർപ്പിലേക്ക് അദ്ദേഹം നാണയത്തുട്ടുകൾ വലിച്ചെറിഞ്ഞു. ദിവസവേതനത്തിന് പുറമെ ഈ നാണയങ്ങളും തൊഴിലാളികൾക്ക് സ്വന്തമാക്കാമെന്ന് റിച്ചാർഡ്സൺ അറിയിച്ചു. ഇതോടെ നാണയത്തുട്ടുകൾ കൈവശപ്പെടുത്താൻ ജോലിക്കാർ തമ്മിൽ മത്സരം തുടങ്ങി. ഇതിനൊപ്പം ഭൂമിയും കൃഷിയോഗ്യമായിക്കൊണ്ടിരുന്നു. ഈ കാലത്ത് ഹെൻറി ബേക്കറുടെ സഹോദരന്മാരും പുത്രി ഭർത്താവുമായ ജോൺ ഡാനിയൽ മൺറോ പീരുമേട് തടത്തിൽ ഉണ്ടായിരുന്നു. വെള്ളക്കാരുടെ നേതൃത്വത്തിലുള്ള തോട്ടം വ്യവസായത്തിന്റെ കാലത്ത് തന്നെ പീരുമേടിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും തുടക്കമായി. 1871 കോട്ടയത്തു നിന്നും പീരുമേട്ടിലേക്കുള്ള കാളവണ്ടി പാതയുടെ നിർമ്മാണം ആരംഭിക്കുകയും 1872 ഇത് പൂർത്തിയാകുകയും ചെയ്തു. 1885 ആയപ്പോഴേക്കും വണ്ടിപ്പെരിയാർ, കുമ്മളി വഴി കൂടല്ലൂർ വരെ കാളവണ്ടി പാതയെത്തി. 1903 മുണ്ടക്കയത്തും 1907 വണ്ടിപ്പെരിയാറിലും പാലങ്ങൾ നിർമ്മിച്ചു. തുടക്കത്തിൽ മുണ്ടക്കയം വരെയുള്ള കാളവണ്ടി പാതയുടെ നിർമ്മാണമാണ് പൂർത്തിയായത്. അതിനുശേഷം കുതിരപ്പുറത്തായിരുന്നു പീരുമേട്ടിലേക്കുള്ള യാത്ര. എന്നാൽ ഏറെ വൈകാതെ കുട്ടിക്കാനം, പീരുമേട്, വണ്ടിപ്പെരിയാർ, കുമ്മളി എന്നിവിടെയെല്ലാം കാളവണ്ടികൾ എത്തുമെന്നായി. കുട്ടിക്കാനത്ത് നിന്നും ഏലപ്പാറ വഴി ചീന്തലറിലേക്കുള്ള പാത നിർമ്മിച്ചത് JD മൺറോയാണ്. ഇത്തരത്തിൽ ഹൈറേഞ്ചിന്റെ ചെരുവുകളിലൂടെയുള്ള ചെറിയ പാതകൾ ഉണ്ടായപ്പോൾ കൂടുതൽ ബ്രിട്ടീഷ് പ്ലാന്റർമാരും തദ്ദേശീയരായ സമ്പന്നന്മാരും ഇവിടെ തോട്ടങ്ങൾ സ്ഥാപിച്ചു. ഇന്നത്തെ പീരുമേട് താലൂക്കിൽപ്പെട്ട പ്രദേശങ്ങളിൽ തോട്ടം വ്യവസായം കരുത്താർജിക്കുന്നതിന് വെള്ളക്കാരും തമിഴ് തൊഴിലാളികളും നേരിടേണ്ടി വന്ന പ്രതിസന്ധികളും വളരെ വലുതാണ്. രാവും പകലും കടുത്ത ശൈത്യവും നിലനിന്നിരുന്ന ഇവിടുത്തെ മലഞ്ചെരുവുകളിൽ കാട്ടുമൃഗങ്ങളും അട്ടയും ശല്യമായിരുന്നു. ആനയുടെയും പുലിയുടെയും കടുവയുടെയും വിഷപ്പാമ്പുകളുടെയും എല്ലാം ആക്രമണത്തിൽ നൂറുകണക്കിന് തൊഴിലാളികൾക്കാണ് പരിക്കേറ്റത്. പലർക്കും ജീവഹാനി ഉണ്ടാവുകയും ചെയ്തു. തോട്ടമുടമകളും തൊഴിലാളികളും താമസിച്ചിരുന്ന സ്ഥലങ്ങൾക്ക് ചുറ്റും വന്യമൃഗങ്ങൾ കടക്കാതിരിക്കാൻ കൂറ്റൻ കിടങ്ങുകൾ നിർമ്മിച്ചു. അങ്ങനെ 1843 ഹെൻറി ബേക്കർ കണ്ട പീരുമേട് തടം സമൃദ്ധിയുടെ പച്ചപ്പ് നിറഞ്ഞ താഴ്വരയായി മാറി. 2700 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന പീരുമേട് ടീ കമ്പനിയുടെ ഉയർന്ന കുന്നുകളിൽ ബ്രിട്ടീഷുകാർ ആഡംബര ബംഗ്ലാവുകൾ നിർമ്മിച്ചു. കോടമഞ്ഞു വന്ന് മൂടുന്ന കുന്നിന് മുകളിൽ പ്രതാപത്തോടെ തലയുയർത്തി നിൽക്കുന്ന ബംഗ്ലാവുകൾ, ബംഗ്ലാവിന് തണലേക്ക് നിൽക്കുന്ന സ്പത്തോഡിയ മരങ്ങൾ,
അതിൽ നിന്നും അടർന്നു വീഴുന്ന പൂക്കൾ മുറ്റത്തെ പുൽത്തകിടിക്ക് മനോഹാരിത നൽകി. കാക്കി നിക്കറും ഷർട്ടും, അതിൻ്റെ പുറത്ത് തണുപ്പിനെ പ്രതിരോധിക്കാൻ ഒരു കോട്ടും, തലയിലൊരു തൊപ്പിയും, ചുണ്ടിൽ പുകയുന്ന വിദേശ സിഗരറ്റുമായി കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ മോട്ടോർ ബൈക്കിൽ വരുന്ന സായിപ്പിനെ കാണുമ്പോൾ ബഹുമാനവും ഒപ്പം ഭയവും കൊണ്ട് തല കുമ്പിടുന്ന തൊഴിലാളികൾ. പീരുമേട് ടീ കമ്പനിയുടെ 4 ഡിവിഷനുകളായ 1-ാം ഡിവിഷൻ, 2-ാം ഡിവിഷൻ, 3-ാം ഡിവിഷൻ, ലോണ്ടറി ഡിവിഷൻ. അതിൽ 1-ാം ഡിവിഷനിൽ ചീന്തലാറ് പുഴയ്ക്കരികിലായി ഒരു ഫാക്ടറി നിർമ്മിച്ചു. ലോണ്ടറി ഡിവിഷനിൽ ഒരു ഫാക്ടറിയും നിർമ്മിച്ചു. ഫാക്ടറിയുടെ വലിപ്പം കണക്കാക്കുന്നത് കപ്പൽ കണക്കാണ്. 1-ാം ഡിവിഷനിലെ ഫാക്ടറിക്ക് അരക്കപ്പൽ വലിപ്പവും ലോണ്ടറി ഫാക്ടറിക്ക് 3/4 കപ്പൽ വലിപ്പവുമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഫാക്ടറിയായിരുന്നു ലോണ്ടറി. ഈ ഫാക്ടറികൾ നിർമ്മിക്കുവാൻ അന്ന് സാധന സാമഗ്രികൾ കുട്ടിക്കാനം വരെ ലോറിയിൽ എത്തിച്ചിരുന്നു. കുട്ടിക്കാനത്ത് നിന്നും ചീന്തല, ലോണ്ടറി എന്നിവിടങ്ങളിലേക്ക് കാളവണ്ടി മാർഗമായിരുന്നു ഇവ എത്തിച്ചിരുന്നത്. 4 നിലകളിലായി നിർമ്മിച്ച ലോണ്ടറി ഫാക്ടറി പീരുമേട് ടീ കമ്പനിയുടെ തലയെടുപ്പ് തന്നെയായിരുന്നു. ഫാക്ടറിയിൽ നിന്നും അല്പം മാറി റോഡിനരികിലായി നിർമ്മിച്ച കൂറ്റൻ 3 എണ്ണ ടാങ്കുകളിൽ നിന്നും പൈപ്പ് വഴി കൽക്കരിയും വിറകും ഉപയോഗിച്ച് കത്തിക്കുന്ന വലിയ അടുപ്പിലേക്ക് എണ്ണ എത്തിക്കുമായിരുന്നു. അതിൽ നിന്നും ഉയരുന്ന പുക വലിയ കുഴൽ വഴി പുറത്തേക്കും പോയിരുന്നു. അടുപ്പിൽ നിന്നും കത്തുന്ന തീയുടെ ചൂട് പൈപ്പ് വഴി എത്തിച്ച് തേയില ഉണക്കാൻ ഉപയോഗിച്ചു. ചായപ്പൊടിയുടെ മണം മലകൾ കടന്ന് എത്തിയിരുന്നു. അതോടൊപ്പം പീരുമേട് ടീ കമ്പനിയുടെ പെരുമ കടൽ കടന്നുപോയി. പീരുമേട് ടീ കമ്പനി വളരെ പെട്ടെന്ന് തന്നെ കരുത്താർജിച്ചു. ബംഗ്ലാവുകൾ, സ്റ്റാഫ് ക്വാർട്ടേഴ്സുകൾ, ലേബർ ക്ലബ്ബ്, പുതുക്കട മൈതാനം, കടകൾ, മാർക്കറ്റുകൾ എന്നിങ്ങനെ ഒരുപാട്. പീരുമേട് ടീ കമ്പനിയുടെ പട്ടണമായി തന്നെ പുതുക്കട മാറി. പിൻകാലത്തെ ചരിത്രമാറ്റത്തിൽ യൂറോപ്യന്മാർ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. ഇതോടെ തോട്ടം പുതിയ ഉടമകളുടെ കൈകളിൽ എത്തി. കുഴപ്പമില്ലാതെ കിട്ടുന്ന വേതനം കൊണ്ട് തൊഴിലാളികൾ കഴിഞ്ഞു പോന്നിരുന്നു. കാലങ്ങൾ കടന്നുപോയി. ഒരു നാൾ, അന്നൊരു 2000 ഡിസംബർ 13-ാം തീയതിയായിരുന്നു. ക്രിസ്മസിനെ വരവേൽക്കുവാൻ തയ്യാറായിരുന്ന തോട്ടം തൊഴിലാളികളുടെ നെഞ്ചിൽ തീ കൂട്ടിയിട്ടതുപോലെ ഒരു വാർത്ത വരുന്നു. പീരുമേട് ടീ കമ്പനി ഉടമ ഉപേക്ഷിച്ചു പോയെന്ന്. തൊഴിലാളികളുടെ കണ്ണിൽ നിന്നും കണ്ണീറിറ്റു വീണു. 2 വ്യാഴവട്ടം 24 വർഷം കഴിഞ്ഞിട്ടും തോരാത്ത കണ്ണുനീർ മാത്രമായി ഇന്നും തൊഴിലാളികൾ. 1300 സ്ഥിരം തൊഴിലാളികൾ, അത്ര തന്നെ താൽക്കാലിക തൊഴിലാളികൾ, 33 ഓഫീസ് ജീവനക്കാർ ഇതോടെ അനാഥമായി. പൊട്ടിപ്പൊളിഞ്ഞ ലയത്തിൽ ആകാരത്തിന് പോലും വകയില്ലാതെ തൊഴിലാളികൾ വലഞ്ഞു. കുട്ടികളുടെ പഠിത്തം താളം തെറ്റി. പുതിയ തലമുറയുടെ സ്വപ്നങ്ങൾ നശിച്ചു. കാലവർഷത്തെ ശക്തമായ മഴയിലും കാറ്റിലും ലയങ്ങൾ തകർന്നു. എന്നെങ്കിലും ഉടമ തിരിച്ചെത്തും, ഞങ്ങൾക്ക് തരുവാനുള്ള ശമ്പള കുടിശ്ശിക തീർത്തു തരും എന്നൊക്കെ പ്രതീക്ഷിച്ച് 24 വർഷങ്ങൾ തൊഴിലാളികൾ തള്ളി നീക്കി. ഒടുവിൽ 24 വർഷം തികയുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് പീരുമേട് ടീ കമ്പനിയുടെ പ്രതാപം നിലനിർത്തിയ ആ 3/4 കപ്പൽ ലോണ്ടറി ഫാക്ടറി പൊളിച്ചു നീക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ. ബ്രിട്ടീഷ് പ്രൗഢിയുടെ അവസാന വാക്കായി ലോണ്ടറി ഫാക്ടറി ഇനി ദിവസങ്ങൾക്കകം ഓർമ്മയായി മാറും. ഇന്ന് പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന ലയങ്ങളിൽ ഇന്നും നിറമിഴിയോടെ ഉടമയെ കാത്തിരിക്കുന്ന തൊഴിലാളികൾ. എന്നാൽ ഉടമയെ കാത്തു നിൽക്കാതെ മണ്ണോട് മൺമറഞ്ഞവർ. ഓർമ്മയിൽ നൊമ്പരത്തിൻ്റെ 24 വർഷങ്ങൾ.